പാട്ടൊക്കെ കേട്ട് ബസ്സിൽ നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര നിൽപ്പായിട്ടോ. ഒലവക്കോട് താണാവ് റോട്ടിൽ പണി നടക്കണോണ്ട് വല്ലാത്തൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പോരാ. വെളുക്കുമ്പോൾ കയറിയിട്ട് ഇരുട്ടുമ്പോൾ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കുറേ നേരം നമ്മൾ ആ ചാത്തപ്പുരം കൽപ്പാത്തി ജംഗ്ഷനിൽ നിന്നിട്ടോ. എന്നിട്ടാണ് പുതിയ പാലത്തിൻ്റെ മേലെ ബസ്സൊന്നും മെല്ലെ മൂവായത്. അങ്ങനെ ഒരു മണിക്കൂറായിട്ട് നമ്മൾ ഒലവക്കോടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ 7:20 ആകുമ്പോഴത്തേനും എൻ്റെ സ്റ്റോപ്പിലെത്തിയിട്ടോ. അങ്ങനെ ഞാൻ റസ്ലൂന് നാളെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ 2 കുഞ്ഞ് സ്മോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടക്കുമ്പോഴാണ് ഇഷാബാങ്ക് കൊടുക്കുന്നത്. ഇരിക്കാൻ സീറ്റും കിട്ടാത്തതുകൊണ്ട് നിൽക്കുന്നവർ നിൽക്കുക, ഇരിക്കുന്നവർ ഇരിക്കുക എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നിന്ന് മനുഷ്യൻ്റെ ഉപ്പാട് ഇളകിയെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ ഒരു ഛർദ്ദിക്കാൻ വരലും തലചുറ്റലും ഒരു പ്രത്യേക ഒരു അവസ്ഥ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് എരിവും പുളിപ്പൊക്കെ കേട്ടോ കഴിക്കാൻ തോന്നിയത്. ഞാൻ നേരെ വന്ന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയ ശേഷം കുറച്ച് പച്ചമുളക് അങ്ങോട്ട് കീറിയിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് നാരങ്ങ പൊഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഉണ്ടാക്കി മുട്ടയും പൊരിച്ചിട്ട് ഞാൻ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. എനിക്കെന്തോ ചാറൊന്നും ഒഴിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഈ പുളിപ്പും എരിവൊക്കെ തട്ടുമ്പോൾ നമുക്ക് ആ ഛർദ്ദിക്കാൻ വന്നതിൻ്റെ ആ പിത്തത്തിൻ്റെ ഒക്കെ ഒരു ഇതൊന്ന് മാറിക്കിട്ടും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ നാരങ്ങ നീരും മുളകും കൂടി തിരുമ്മിയിട്ടുള്ള സംഭവം? അടിപൊളിയാണ്, കിടുവായിട്ടാണ്. കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കഷ്ണമായി മുറിച്ചിട്ട ശേഷം അതിലോട്ട് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഒരു നാരങ്ങൻ്റെ നീര് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്തൊരു രുചിയാണെന്ന് പറയുന്നത് കഴിക്കാൻ. ചോറ് പോണ വഴി അറിയില്ല. ഞാൻ ഫുഡ് കഴിച്ച ശേഷം റസ്ലൂന് കൊടുത്തു. അതിനുശേഷം ഉമ്മാക്ക് ആപ്പമൊക്കെ ചുട്ട് വെച്ചിട്ട് നേരെ പോയി കിടന്നു കേട്ടോ. നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നല്ല വിശപ്പ്. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ കെട്ടുവനെ വിളിച്ച് മെല്ലെ സോപ്പിട്ട് കേട്ടോ, വിശക്കണോ എന്തെങ്കിലും ഓർഡർ ചെയ്ത് തരുമോയെന്ന്. അങ്ങനെ നമ്മുടെ സംസം ഹോട്ടലിൽ നിന്ന് ബീഫ് കൊത്ത് പൊറോട്ട എൻ്റെ ആൾ ഓർഡർ ചെയ്തതെന്ന് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും മോനും കൂടി അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബിറ്റാ.